ഹലോ, ഞാൻ സുലു. ഇന്ന് യായ കോമ്പാക്റ്റം എന്ന ചെടിയുടെ സെയിലിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. യായ കോമ്പാക്റ്റം ഈ ഓർക്കിഡ് ചെടി അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഓർക്കിഡിൽ ഏറ്റവും അധികം പൂക്കൾ തരുന്നതും അധികം കെയർ ഇല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് പൂക്കൾ തരുന്ന ചെടിയാണ് യായ കോമ്പാക്റ്റം എന്ന് പറയുന്നത്. അതായത് കോമ്പാക്റ്റം വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു ഹൈറ്റ് വയ്ക്കാത്ത ബുഷായിട്ട് വളരുന്ന ചെടികളാണ് ഈ കോമ്പാക്റ്റം വെറൈറ്റീസ്. അപ്പോൾ അതിൽ തന്നെ പെട്ടെന്ന് എല്ലാ സ്റ്റെമ്മിൽ നിന്നും കൊലയായിട്ട് ഒരുപാട് പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് ഈ യായ കോമ്പാക്റ്റം എന്ന് പറയുന്നത്. ഓർക്കിഡുകൾ വളർത്തുന്നവർക്ക് എല്ലാവരുടെ കയ്യിലും ഒരു ചെടിയെങ്കിലും കാണുമായിരിക്കും അല്ലേ ഇതിൻ്റെ. നേരത്തെ ഞാൻ ഫ്ലവറിങ് പ്ലാന്റ്സ് സെയിലിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സെയിലായിരിക്കുന്ന ചെടിയായിരുന്നു യായ കോമ്പാക്റ്റം ചെടി എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ വീണ്ടും ഇപ്പോൾ ഫ്ലവറിങ് ആയപ്പോൾ ഞാൻ വീണ്ടും സെയിലിന് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ യായ കോമ്പാക്റ്റം ആവശ്യമുള്ളവർ ഉറപ്പായിട്ടും ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിൻ ചെയ്തൊരു നമ്പറുമായിട്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് വലിയ പോട്ടുകളൊന്നും ഇല്ലാതെ തന്നെ നല്ല ബുഷായിട്ട് കുഞ്ഞു പോട്ടിൽ വരെ വളർത്തിയെടുക്കാവുന്ന ചെടിയാണ്. നമുക്ക് ഹാങ്ങിങ് ആയിട്ടും മൺചട്ടിയിലും അല്ലെങ്കിൽ ഏത് പോട്ടിൽ വെച്ചിട്ടായാലും അത് നല്ല ബുഷായിട്ട് വളർന്ന് കിട്ടുന്നതാണ്. ഇത് കണ്ടില്ലേ, അതുപോലെ സെറ്റ് ചെയ്ത് ഒരു ചെടി ഞാനിത് വീട്ടിലേക്ക് സെറ്റ് ചെയ്തിരിക്കുന്നതായിരുന്നു. അപ്പോൾ അതിനകത്ത് പൂ വന്നതാണ്. ഇത് കണ്ടില്ലേ, വേറെ മഞ്ഞ കളറുള്ള നല്ലൊരു ഫ്ലവറും കൂടെ വിരിഞ്ഞിട്ടുണ്ട്. അധികം കെയർ ഇല്ലാതെ തന്നെ ഒരുപാട് പൂക്കൾ ഇടുന്ന ചെടിയാണ് യായ കോമ്പാക്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഒരുപാട് കെയറൊന്നും ഇല്ലാതെ മരുന്നുകൾ അടിക്കാതെ തന്നെ നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന ചെടിയാണിത്. അപ്പോൾ കോമ്പാക്റ്റം വെറൈറ്റീസ് മാത്രമല്ല, ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റ്സും ബഡുള്ള പ്ലാന്റ്സും അല്ലെങ്കിൽ മെച്യൂർഡ് ആയിട്ടുള്ളത്, അങ്ങനെ ഓർക്കിഡിൻ്റെ ഒരുപാട് വെറൈറ്റീസിൻ്റെ സെയിൽ അവൈലബിൾ ആണ്. അപ്പോൾ പ്ലാന്റ്സ് വാങ്ങാൻ ആഗ്രഹമുള്ളവർ ഉറപ്പായിട്ടും കോൺടാക്റ്റ് ചെയ്യുക. അധികം വളമൊന്നും കൊടുക്കാതെ തന്നെ എപ്പോഴും പൂ തരുന്ന ചെടിയാണ് ഈ കോമ്പാക്റ്റം വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ. നമുക്ക് പുതിയൊരു ഷൂട്ട് വന്നു കഴിഞ്ഞാൽ, നമുക്കൊരു പുതിയൊരു തണ്ട് ഇവിടുന്ന് കിളിച്ച് വന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു സ്പൈക്ക് വരുന്നതാണ്. അങ്ങനെ ഓരോ സൈഡിൽ നിന്ന് നമുക്ക് ബുഷായിട്ട് ഓരോ തണ്ടുകൾ ഇങ്ങനെ കിളിച്ച് വരും. അതിലെല്ലാം തന്നെ പെട്ടെന്ന് മുട്ടുകൾ വരുന്ന വെറൈറ്റിയാണ് ഈ യായ കോമ്പാക്റ്റം. കണ്ടില്ലേ, ഈ ഒരു പ്ലാന്റിൽ തന്നെ കണ്ടില്ലേ ഒരുപാട് സ്റ്റെമ്മുകൾ കണ്ടില്ലേ. ഇപ്പം നമുക്ക് ഒരു സ്റ്റെമ്മിൽ നിന്ന് ബഡായിട്ട് വരുന്ന കണ്ടില്ലേ. അപ്പോൾ യായ കോമ്പാക്റ്റത്തിന് ഫ്ലവറിങ് അല്ലെങ്കിൽ ബഡുള്ള മെച്യൂർ പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 350 രൂപയാണ്. നമുക്ക് സീഡ്ലിങ്സും അവൈലബിൾ ആണ് കേട്ടോ. 120 രൂപയുടെ സീഡ്ലിങ്സും അവൈലബിൾ ആണ് യായ കോമ്പാക്റ്റത്തിൻ്റെ. ഇതാണ് യായയുടെ സീഡ്ലിങ്സ്. കണ്ടില്ലേ, നമ്മൾ പ്ലാന്റ് മെച്യൂർ പ്ലാന്റ് ആയാലും നമ്മുടെ ഹൈറ്റും സൈസും വളരെ കുറവാണ് യായ കോമ്പാക്റ്റത്തിൻ്റെ. അതുപോലെ തന്നെ സീഡ്ലിങ്സിനും ബാക്കി സീഡ്ലിങ്സിനെ അപേക്ഷിച്ച് സൈസ് ചെറുതായിരിക്കും. ഇതൊക്കെ യായയുടെ സീഡ്ലിങ്സ് ആണ്. നല്ല ബുഷായിട്ടുള്ള ചെടികളാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ യെല്ലോ സീസറിൻ്റെ സെയിലിലെ വീഡിയോ ഇട്ടിരുന്നു. ഇനി കുറച്ച് പ്ലാന്റ്സും കൂടെ ബാക്കിയുള്ളൂ. പ്ലാന്റ്സ് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. ഇപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് തന്നെ കണ്ടില്ലേ, വീണ്ടും പുതിയ തണ്ടുകൾ വരുന്നുണ്ട്. അതിനകത്തെല്ലാം പുതിയ മുട്ടുകൾ വരുന്നതാണ്. അങ്ങനെ പ്ലാന്റ് നമുക്ക് പോട്ട് എങ്ങനെ സെറ്റ് ചെയ്താലും അത് നിറച്ച് ബുഷായിട്ടാണ് അതിൻ്റെ സ്റ്റെമ്മുകൾ കിളിച്ച് വരുന്നത്. നമുക്ക് ഒരുപാട് പൂക്കളും അതുപോലെ തന്നെ ഒരുപാട് തൈകളും ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. നമുക്ക് നല്ലൊരു പോട്ടിൽ ഡിസൈനുള്ള അല്ല മൺചട്ടിയിലൊക്കെ നല്ലോണം ഡിസൈൻ ചെയ്ത് നമുക്ക് ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ചെടിയാണിത്. നമുക്ക് പോട്ടിൽ തന്നെ സെറ്റ് ചെയ്യണമെന്നില്ല. നമുക്ക് തടിയിലായാലും നമുക്ക് PVC പൈപ്പിലായാലും ഹാങ്ങിങ്ങിലായാലും എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്താലും നല്ല ബുഷായിട്ട് വളരുന്നതാണ്. സാധാരണ ഡെൻഡ്രോബിയം ഓർക്കിഡിൻ്റെ ഇലകളിൽ നിന്നും നല്ല വ്യത്യാസമുള്ള ഇലകളാണ് ഇതെല്ലാം തന്നെ. കണ്ടില്ലേ, ഇതിന് നീളത്തിൽ വണ്ണം കുറഞ്ഞ കുഞ്ഞ് ഇലകൾ നീളത്തിലുള്ളതാണ് ബാക്കിയുള്ള ഡെൻഡ്രോബിയം ചെടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതുപോലെ തന്നെ ഇത് ഒരുപാട് നീളത്തിലും വളരത്തില്ല. ഇത്രയും പ്ലാന്റ്സാണ് നമുക്ക് കോമ്പാക്റ്റം വെറൈറ്റീസിലുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ ഉറപ്പായും കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്